نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ തങ്ങളവറുകളെ, മറ്റ് വേദിയിലിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സദസ്സിലിരിക്കുന്ന ആലിമീങ്ങളെ, യുവ സുഹൃത്തുക്കളെ, നാട്ടുകാരണവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ മർളിയായ അമലായിട്ട് കബൂൽ ചെയ്യുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമുഖമായി ഒരു കാര്യം പറയുന്നത് കൊണ്ട് വിഷമം തോന്നണ്ട. മഗ്രിബിന് ശേഷം ഒരു 2 മണിക്കൂർ വയല് പറയാൻ ഒരുങ്ങി വന്നതാണ് ഞാൻ. അതിന് മുമ്പത്തെ സെഷനിൽ കാര്യപരിപാടികളൊക്കെ നടക്കും. അതിനുശേഷം മഗ്രിബിന് ശേഷം വയല്. ഇതാ എനിക്ക് കിട്ടിയ ഷെഡ്യൂൾ. നോട്ടീസിൽ എങ്ങനെയാണെന്നറിയില്ല, അതനുസരിച്ച് വന്നവനാ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പയർ അനുസരിച്ച് ഇപ്പോ നിങ്ങളോട് വയല് പറയാൻ പറ്റിയ 4 മണിക്ക് അസ്ർ ബാങ്കിന്റെ മധുരധ്വനി മുഴങ്ങിയതു മുതൽ ഈ ഒരു പ്രവർത്തനത്തിൽ സജീവമായിരിക്കുന്ന നിങ്ങൾ, അതിലുപരി ക്ഷീണിച്ചവശരായിരിക്കുന്നു നിങ്ങൾ, എല്ലാറ്റിലും ഉപരി ഞാനിവിടെ വന്നതിൽ എനിക്കൊരു ലാഭം കാണുന്നത്, കാര്യമായ ഒരു ലാഭം കാണുന്നത്, വിശദമായി വളരെ വിശാലമായി അർത്ഥസമ്പുഷ്ടമായ ഒരു പ്രഭാഷണം. ഇതുപോലെ ഒരു ഇരുന്ന് കേൾക്കലില്ല. സന്തോഷത്തോടുകൂടി ഇരുന്ന് കേട്ടു ഒരു പ്രഭാഷണം. അതിന്റെ ഇന്നത്തെ ഈ ഒരു ലോങ് യാത്രയിലെ ഒരു ലാഭമായിട്ട് ഞാൻ കാണുന്നു. ഏതായാലും ഈ ഒരു വൈകിയ വേളയിൽ നിങ്ങളോട് ഒരു വയല് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നില്ല. എന്നാലും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്ത നമ്മളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അസ്ർ നമസ്കാരത്തോടുകൂടി നമുക്കിത് ഉദ്ഘാടനം ചെയ്തു, പുനർനിർമ്മാണം നടത്തി. നമ്മളത് ബഹുമാനപ്പെട്ടവരിലൂടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരണവന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഉദ്ഘാടനം ചെയ്ത് അന്ന് സജീവമായി 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണല് നൽകുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പള്ളിയുമായിട്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി, അർശിന്റെ തണലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകുന്ന ആളെന്ന. ഈ ഒരു അർശിന്റെ തണലിൽ ഇമാമുൻ ആദിലിനെ മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ നാട്ടിലെ കാര്യങ്ങൾ ഹക്കായ നിലക്ക് നടത്തുന്ന നാട്ടുകാരണവന്മാര് ഉമറാക്കളും ഈ ഗണത്തിൽ പെടുമെന്ന് ാണ് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കി നാട്ടുകാരണവന്മാരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കാൻ നിങ്ങൾക്ക് അല്ലാഹു തആല തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അത് അർശിന്റെ തണല് ലഭിക്കാനുള്ള ഒരു കാരണമാണെന്ന് മനസ്സിലാക്കി ഹക്കായ നിലക്ക് കാര്യങ്ങൾ നടത്താൻ നിങ്ങൾ ശ്രമിക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം തരുന്നത് അർശിന്റെ തണലായിരിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, സയ്യിദുൽ ഒരു സമൂഹത്തിന്റെ നേതാവെന്ന് പറഞ്ഞാൽ അവരുടെ സേവകനാണ്. ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കിട്ടുമ്പോ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഇവിടുത്തെ ആള് ആരാന്ന് എനിക്കറിയില്ല, ആരായാലും ശരി, ഈ പറയപ്പെട്ടതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം കിട്ടുമ്പോഴേക്ക് നമ്മളിൽ പലരും മതിമറന്നു പോകാറുണ്ട്.
പ്രസിഡന്റ് പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോ പള്ളിയുടെ പരിസരത്തിൽ എന്തെങ്കിലും ഒരു അഴുക്ക് കണ്ട മുക്രിയോട് പോയി എന്നാ ചോദിക്കുക. മുക്രിനെ ചോദിക്കണ്ട. മുക്രി നിങ്ങളുടെ പള്ളിയിൽ അഗ്നിക്കാനുള്ളവനല്ല. അവരുടെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാ പറയുന്നതല്ല സുഹൃത്തെ. എടുത്ത് പ്രവർത്തിക്കുന്നതിലാ പുണ്യമുള്ളത്. എടുത്ത് കളയണം നമ്മള്. അതാ യഥാർത്ഥ നേതാവിന്റെ സ്വഭാവം. സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദര, നമ്മളുടെ ഈ ഒരു ഭവനം, നമ്മളുടെ ഈ ഒരു പള്ളി നമ്മളുടെ വീടിന്റെ തൊട്ടടുത്തിരിക്കുമ്പോ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു പോയി, നാളെ സുബഹി ജമാഅത്തിന് പോലും വരാതെ എന്തിനു പറയണം, ഇന്ന് ഒരുപാട് ഞാൻ നീട്ടിപ്പറഞ്ഞ നാളെ നിങ്ങളുടെ സുബഹി നിസ്കാരം പോലും ഒഴിവായി പോകുന്ന രൂപത്തിൽ ഇന്നത്തോടുകൂടി ഇതിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വേണ്ട. അതിരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹദ്റത്തിൽ വന്നിട്ട് രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, നബിയെ, എനിക്ക് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, ജമാഅത്തിന് വരാതിരിക്കാൻ വല്ല ഉസ്റുമുണ്ടോ ഹബീബേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മറുചോദ്യം വരുന്ന ഹൽ തസ്മഉൽ അദാൻ, വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ ഉമ്മ മക്തൂമേ, ഇന്നൽ മദീനത കസീറുൽ ഹവാമ. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോൾ കാരണം ബോധിപ്പിച്ചിരുന്നു, നബിയെ, മദീന ഇയ ജന്തുക്കൾ അധികരിച്ച സ്ഥലമാണല്ലോ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, കൈപിടിച്ചു കൊണ്ടുവരാനൊരു കായികമില്ല, അതുകൊണ്ട് എനിക്ക് ജമാഅത്തിന് വരാതിരിക്കാൻ വല്ല ഉസ്റുമുണ്ടോ നബിയേ? അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നത് വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ എന്നാ. അള്ളാഹുവിന്റെ ഹബീബിനോട് ഉമ്മ മക്തൂമിന്റെ മറുപടി, അതേ നബിയേ, എന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ ഹബീബേ? ഉടനെ തന്നെ വന്നു ഹബീബിന്റെ മറുപടി, എങ്കിൽ ജമാഅത്തിന് വരാതിരിക്കാൻ യാതൊരു ഉദ്റുമില്ലേ? സഹോദര, നെഞ്ഞത്ത് കൈവച്ച് ആലോചിച്ചോ? പ്രിയപ്പെട്ട ഉപ്പ, നമ്മളും ആലോചിച്ചോ? കാൽമുട്ടിന് ചെറിയ ഒരു വേദന വരുമ്പോഴേക്ക് ജമാഅത്തിന് എന്താ കാണാത്തതെന്ന് പള്ളിയിലെ ഉസ്താദ് ചോദിച്ച, എന്റെ കാലിന് പ്രയാസമാ ഉസ്താദേ, സുബഹിക്ക് ജമാഅത്തിന് നടന്നു വരാൻ പറ്റുന്നില്ല ഉസ്താദേ എന്നും ഉടന്ത ന്യായങ്ങൾ പറയുമ്പോ ആലോചിച്ചോ? രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? വീട്ടിലേക്ക് ബാങ്ക് കേൾക്കുമോ ജമാഅത്തിന് വരാതിരിക്കാൻ യാതൊരു ഉസ്റുമില്ലേ? അതുകൊണ്ട് സഹോദര, ഗൗരവത്തോടെ ആലോചിച്ചോ. നമ്മള് ഈ ഒരു പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ടായില്ല, അതിനെ വേണ്ട രൂപത്തിൽ പരിപാലിക്കേണ്ടത് ഇന്നത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാം. നാടുകളെ പള്ളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വേണ്ട രൂപത്തിൽ പരിപാലിക്കപ്പെടാത്ത അവസ്ഥകൾ കാണുന്നില്ലേ? ആ ഒരു പള്ളിയെ പരിപാലിക്കേണ്ടതിന്റെ പ്രധാന രൂപം അവിടെ ജമാഅത്ത് കൃത്യമായി നടക്കേണ്ടതില്ലേ? പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിൽ വെച്ചല്ലാതെ നിസ്കാരമില്ലെന്നാ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിച്ചോ. 5 വക്ത് ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കാൻ തൊട്ടടുത്ത വീട്ടുകാരായ ആളുകളെ നിർബന്ധ ബാധ്യതയാണ് നിങ്ങൾക്ക്. ഇന്ന് ഈ ഉദ്ഘാടന സദസ്സിൽ പങ്കെടുത്തതിലുപരി നിങ്ങൾ ചെയ്യേണ്ടത് 5 വക്ത് ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കല. അതാണ് ഈ പള്ളിയുടെ വിജയത്തിന് വേണ്ടത്. അതുകൊണ്ട് ഗൗരവത്തോടെ ആലോചിച്ചോ. പള്ളിയിൽ ജമാഅത്ത് കൃത്യമായി നടക്കണോ? പ്രിയപ്പെട്ട സഹോദര, ജമാഅത്ത് പോവട്ടെ, നിസ്കാരത്തിനെ കുറിച്ച് പോലും ചിന്തിക്കാത്ത അവസ്ഥയല്ലേ നമ്മളിലുള്ളത്? എങ്കിൽ അതിനു വേണ്ടി ഒന്ന് പറഞ്ഞവസാനിപ്പിക്കട്ടെ. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. പ്രിയപ്പെട്ട മുഅ്മിനെ, ആലോചിച്ചോ. ഇവിടെ നിന്ന് കക്കട്ടിൽ നിന്ന് പോയി വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ നാദാപുരം ടൗണിൽ ചെന്ന് മടങ്ങി വരുമ്പോഴേക്ക്, പ്രിയപ്പെട്ട സഹോദരി, നീ ളുഹ്ർ മിസ്സായി പോവാറില്ലേ? അസറിനെ കുറിച്ച് ചിന്തിക്കാത്ത സമയം വന്നിട്ടില്ലേ? സഹോദര, അയൽവാസിയുടെ കല്യാണത്തിന് പന്തലൊരുക്കുമ്പോ ളുഹ്റിനെ കുറിച്ച് ആലോചിക്കാതെ വന്നിട്ടില്ലേ? കല്യാണ ദിവസം ഭക്ഷണം സപ്ലൈ
ചെയ്തപ്പോ നിസ്കരിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലേ? എങ്കിൽ ദുനിയവിയായ ആവശ്യത്തിന് വേണ്ടി നിസ്കാരത്തിനെ മാറ്റിവെക്കുന്നവര്, തീരെ നിസ്കരിക്കാത്തവരെ കുറിച്ചല്ല പെണ്ണെ പറഞ്ഞത്. അയൽവാസിയുടെ കല്യാണത്തിന് പുതുമണവാട്ടിയുടെ കൂടെ പോയപ്പോ ദുഹറും അസറും ഖളാ ആക്കിയ പെണ്ണെ എന്നോടാ പറയുന്നത്. ഷറഫാക്കപ്പെട്ട റമളാനിൽ നോമ്പ് തുറ നടക്കുമ്പോ മഗ്രിബ് ഖളാ ആക്കുന്ന പെണ്ണെ, പുതിയ ആപ്പിളയെ സൽക്കരിക്കുന്നതിന്റെ തിരക്കിൽ നിസ്കാരത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത സഹോദരി, നിന്നെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഫഖലഫ മിൻ ബഅദിഹിം ഖലഫന അല്ലാഹുസ് സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി കക്കട്ടില് വോളിബോൾ ടൂർണമെന്റ് നടക്കുമ്പോ, അതല്ലെങ്കിൽ നാദാപുരത്ത് വോളിബോൾ ടൂർണമെന്റ് നടക്കുമ്പോ അസർ ജമാഅത്താക്കിയിട്ട് കൂട്ടുകാരന് വേണ്ടിയിട്ട് മിസ്സാക്കിയ ഒരു ജമാഅത്തിന് നിസ്കാരത്തിന് പോലും മിസ്സാക്കിയിട്ട് അവിടെ കളിക്കളത്തിൽ പങ്കെടുക്കുന്ന സഹോദര, നീയും ആലോചിച്ചോ. ഫഖലഫ മിൻ ബഅദിഹിം ഖലഫന അല്ലാഹുസ് സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. ഈ നിലക്ക് ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി, അതല്ലെങ്കിൽ കൂട്ടുകാരന്റെ സൗകര്യത്തിന് വേണ്ടി നിസ്കാരത്തിന് മാറ്റിവെക്കുന്ന സഹോദര, ഞാനും നീയും ഇതാണോ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അൻഹു തങ്ങള് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം നോക്കൂ. ഹത്തിമുൽ അസമ്മതങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? മഅരിഫത്തിന്റെ കമാലിയത്തിലെത്തിയ ആളാ ബഹുമാനപ്പെട്ട ഹത്തിമുൽ അസമ്മതങ്ങൾ പറയുകയാ, ഇന്നി നളറതു ഇലാ ജമീഇൽ ഖൽഖി. ഒന്നുകൂടെ ശ്രദ്ധിച്ച ഞാനിത് പറയുന്നത്, കൂട്ടുകാരന്റെ സൗകര്യത്തിന് വേണ്ടി നിസ്കാരത്തെ മാറ്റിവെക്കുന്ന സഹോദര, അയൽവാസിയുടെ കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ ഒന്ന് കൂടെ പോകാൻ നാദാപുരത്തേക്ക് ക്ഷണിച്ചപ്പോ നിസ്കാരത്തെ കുറിച്ച് ആലോചിക്കാതെ പുറത്തിറങ്ങാനുള്ള സമയം ആഘോഷിച്ചപ്പോ നീയും ആലോചിച്ചോ? ഹത്തിമുൽ സമ്മതങ്ങൾ പറയുകയാ, ഇന്നി നളറതു ഇലാ ജമീഇൽ ഖൽഖി. ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടികളെ മൊത്തത്തിലൊന്ന് നിരീക്ഷിച്ചപ്പോ എല്ലാരെയും ഞാൻ മൊത്തത്തിലൊന്ന് നോക്കിയപ്പോ എല്ലാ ആളുകൾക്കും സ്വന്തക്കാരായ കുറഞ്ഞ ആളുകൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടെത്തിച്ചു. നമ്മളൊക്കെ സ്ഥിതി തന്നെ. നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തക്കാരായിട്ട് കുറഞ്ഞ ആളുകൾ ഉണ്ടാകും അല്ലേ? എന്നിട്ട് ഹാത്തിമുൽ സമ്മതങ്ങൾ തന്നെ പറയട്ടെ, വബഅദു ദാലികൽ മഹ്ബൂബി യുസാഹിബുഹു ഇലാ മർളി മൗത്ത്. ചില കൂട്ടുകാര് ഓലൊക്കെ ഏറി വന്നാൽ മർള് മൗത്ത് വരെ, അതായത് രോഗിയായി ഒരു മൂല കിടന്നു പോകുന്നത് വരെ ഓലൊക്കെ ജോറായിട്ടുണ്ടാകും. രോഗിയായി ഒരു മൂലയിലായ പിന്നെ ഓലാരെയും കാണൂല, ഓലൊക്കെ അങ്ങ് അകന്നു പോകും. ചില കൂട്ടുകാരുടെ സ്ഥിതി ഇതാ. ഗൾഫിലൊക്കെ പോയി അത്യാവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടാക്കി തിനൂര് വന്നിറങ്ങിയ ഒരു കാറൊക്കെ എടുത്താൽ കാറിൽ കയറി ചുറ്റി സഞ്ചരിക്കാൻ ഒരുപാട് കൂട്ടുകാർ കൂടെ കാണും. ടിപ്പർ ലോറിയൊക്കെ അധികരിച്ച കാല അല്ലെ? ഏതെങ്കിലും ഒരു ടിപ്പർ ലോറിക്ക് കട്ടച്ചിട്ട് കയ്യുകാലം ഒടിഞ്ഞിട്ട് മൂലയിലായ 4 ദിവസം വരും എന്റെ കൂട്ടുകാര്. പിന്നെ ഓർക്കും മനസ്സിലാവും ഇനിയിപ്പോ ഇവന്റെ അടുത്തുനിന്നൊന്നും നമുക്ക് കിട്ടൂല എന്ന രൂപത്തിൽ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ കാണാറില്ലേ? അത് തന്നെയാ ഹാത്തിമുൽ സമ്മതങ്ങളും പറഞ്ഞത്. ചില കൂട്ടുകാരുടെ അവസ്ഥ ഇതാ, മർള മൗത്ത് വരെ അവര് കൂടെയുണ്ട്. അതേ സമയത്ത് മറ്റു ചില കൂട്ടുകാര് യുസാഹിബുഹു ഇലാ ശഫീൽ ഖബർ. ചില ആളുകൾ ഖബറിന്റെ കരവരേക്കും കണ്ണുനീരൊലിപ്പിച്ച് നിന്റെ പള്ളിപ്പറമ്പിൽ ഖബറിനരികെ വരെ വരുന്ന നിന്റെ കൂട്ടുകാര്. എന്നിട്ടോ മിൻഹാ ഖലഖനാകും വഫീഹാ നുഖ്രിജുകും വമിൻഹാ നുഖ്രിജുകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്റാ എന്ന് പറഞ്ഞു 3 പിടി മണ്ണ് വാരിയിട്ട് സുമ്മ യർജിഉ ഫയതുറുകുഹു ഫരീദൻ വഹിദാ. പിന്നെ ആ കൂട്ടുകാരെല്ലാവരും മടങ്ങിപ്പോരുകയാ. ഒറ്റയ്ക്ക് അവനെ ഖബറിൽ
ഒറ്റക്കാക്കിയിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഖബറിൽ ഒറ്റക്കാക്കിയിട്ട് അവര് മുഴുവനും മടങ്ങിപ്പോരുന്ന അവസ്ഥയാ ഞാൻ കണ്ടത്. ആ സമയത്ത് ഹാത്തിമുൽ അസമ്മതങ്ങൾ പറയുകയാ, ഈ ഒരവസ്ഥ ഞാൻ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു, ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ? അഫ്ളലു മഹ്ബൂബിൽ മർഇ അയദ്ഖുലു മഅഹു ഫീ ഖബ്രിഹി വയുആനിസുഹു ഫീഹി. ഒരാളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവരോട് കൂടെ ഖബറിൽ കടക്കുകയും ആ ഖബറിൽ അവൻ നേരം പോക്കാക്കുകയും ചെയ്യുന്ന ആള് ആരാണോ അവര് മനസ്സിലാക്കും. ആലോചിച്ചപ്പോ അത് സ്വാലിഹായ അമലല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ഞാൻ കണ്ടെത്തുകയും എന്ന് ഹാത്തിമുൽ നമസ്കാരത്തിനെ മാറ്റി തിനൂർ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പള്ളിയുടെ പരിസരത്തുകൂടി പിറ്റേ ദിവസം ളുഹർ ബാങ്കിന്റെ ധ്വനി മുഴങ്ങിയപ്പോ പരിസരത്തുകൂടി നിസ്കാരത്തിനെ കുറിച്ച് പോലും ആലോചിക്കാതെ കടന്നുപോകുന്ന സഹോദരാ, ഹാത്തിമുൽ സമ്മതങ്ങൾ പഠിപ്പിച്ചതിനെ കുറിച്ച് ചിന്തിക്ക്. അഫ്ളലു മഹ്ബൂബിൽ മർഇ അയദ്ഖുലു മഅഹു ഫീ ഖബ്രിഹി വയുആനിസുഹു ഫീഹി. ഒരാളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞ അവരോടുകൂടെ ഖബറിൽ കിടക്കുന്ന ആ ഖബറിൽ അവനെ നേരം പോക്കാക്കുന്ന ആള് ആരാണോ അവരാ യഥാർത്ഥ കൂട്ടുകാരന്. അത് സ്വാലിഹായ അമലാണ്. ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വാലിഹായ അമലിനെ പറഞ്ഞതുപോലെ സ്വാലിഹായ അമലുകളെ എല്ലാറ്റിനുമുപരി 5 വക്ത് നിസ്കാരത്തിന് കൂട്ടുകാരനായി സ്വീകരിക്കുക. മറിച്ച് കൂട്ടുകാരന് വേണ്ടിയിട്ട് നിസ്കാരത്തിന് മാറ്റുന്ന അവസ്ഥ വേണ്ട. അങ്ങനെ ഒരവസ്ഥ വന്നാൽ സൗഫയൽ ഖൗന ഗയ്യാ, വയ്യെന്ന് പറയുന്ന ഭയാനകമായ നരകശിക്ഷ അടിവരയിട്ട് ആലോചിച്ചോ. തീരെ നിസ്കരിക്കാത്തവർക്കല്ല, നമ്മളെപ്പോലെ നിസ്കരിക്കാറുണ്ട്. ഒരു കല്യാണം വന്നപ്പോഴേക്ക്, അതല്ലെങ്കിൽ ഒരു സൽക്കാരം വന്നപ്പോഴേക്ക്, അതല്ലെങ്കിൽ ഒരു ഉത്സവം വന്നപ്പോഴേക്ക്, അതല്ലെങ്കിൽ സ്കൂളിൽ ഒരു PTA മീറ്റിങ്ങിന് പോയപ്പോഴേക്ക്, അതല്ലെങ്കിൽ നൈസറി സ്കൂളിലെ മക്കളുടെ കലോത്സവം കാണാൻ ചെന്നപ്പോഴേക്ക് പ്രിയപ്പെട്ട സഹോദരി അടിവരയിട്ടാണയിട്ട് ചിന്തിച്ചോ. ഈ നിലക്ക് തീരെ നിസ്കരിക്കാത്തവരല്ല, നിസ്കാരത്തിന് വേണ്ടി ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി നിസ്കാരത്തിന്റെ സമയത്തിന് മാറ്റിവെച്ച ആളുകളിലെ സൗഫയൽ ഖൗന ഗയ്യാ, വയ്യെന്ന് പറയുന്ന ഭയാനകമായ നരകശിക്ഷ നരക കവാടത്തിലുള്ള ഒരു പുഴയാണത്. അതിൽ നിന്ന് ഒരു തുള്ളിയെങ്ങാനും ഈ ദുനിയാവിലേക്ക് വീണാൽ ലഹലക അഹ്ലു ദുനിയാ കുല്ലുഹാ, ദുനിയാവിന്റെ അഹിലുകാര് മുഴുവനും നശിച്ചു പോകും. അത്രയും ഭയാനകമായ നരകശിക്ഷയാണ്. ബഈദു ഖഅരിഹി ശദീദു ഹരിഹി ഖബീസു തഅമിഹി. വല്ലാത്ത ആയമേറിയ, വല്ലാത്ത ചൂടുള്ള, വല്ലാത്ത ദുരന്തമുള്ള നരക കവാടത്തിലുള്ള ഒരു പുഴയാ. ഒരു തുള്ളി ദുനിയാവിലേക്ക് വീണാൽ ലഹലക അഹ്ലു ദുനിയാ കുല്ലുഹാ, ദുനിയാവിന്റെ അഹ്ലുകാര് മുഴുവനും തന്നെ നശിച്ചു പോകും സഹോദരാ. അത്രയും ഭയാനകമായ നരകശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാത്തവന് തിനൂർ പള്ളിയുടെ പരിസരത്തുകൂടെ പോകുമ്പോ ബാങ്കിന്റെ ധ്വനി കാതിലലച്ചിട്ട് പോലും ജമാഅത്തിന് മറുപടി നൽകാതെ കൂട്ടുകാരന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കൂടെ പോകുന്ന ആൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച ഭയാനകമായ ശിക്ഷയാ അത്. അതുകൊണ്ട് സാന്ദർഭികമല്ലേ, അവസരത്തിന് പറയേണ്ടത് ഇതല്ലേ. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ജമാഅത്തിന് കൃത്യമായി പങ്കെടുത്തോ, ജമാഅത്തിന് നല്ല അതോടൊപ്പം നിസ്കാരത്തിന് കൃത്യമായി നിലനിർത്തി അതോടൊപ്പം ജമാഅത്തിന് പങ്കെടുക്കാനും ശ്രമിച്ചോ. എങ്കിലേ നമുക്ക് നാളെ രക്ഷപ്പെടാനുള്ളൂ. അതല്ലാതെ ഉദ്ഘാടന ദിവസം കഴിഞ്ഞിട്ടങ്ങ് പിരിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടതില്ലേ സഹോദരാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു സമയത്ത് നമ്മൾ തീരുമാനിച്ചോ,
ഇനി എനിക്ക് അറിഞ്ഞുകൊണ്ടൊരു നിസ്കാരം ഖള ആയി പോകരുതെന്ന ഗൗരവമായ ഒരു തീരുമാനം ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പള്ളി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഓരോ ആളുകളും മനസ്സിൽ തീരുമാനിക്കട്ടെ, ഓരോ ആളുകളും അങ്ങനെ ഗൗരവത്തോടെ ചിന്തിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര, ആ ഒരു നിസ്കാരത്തിനെ കുറിച്ച് ആലോചിക്കുന്നതോടൊപ്പം സാന്ദർഭികമായി സൂചിപ്പിക്കുകയാ വൽ ഫജ്രി വലയാലിൻ അശ്റ. അല്ലാഹു തആല പേരെടുത്ത്, അതല്ലെങ്കിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞ് സത്യം ചെയ്ത 10 രാത്രികൾ. വൽ ഫജ്രി വലയാലിൻ അശ്റ, 10 രാത്രികളെ തന്നെ സത്യമെന്ന് അല്ലാഹു തആല പറഞ്ഞ ആ ഒരു രാത്രിയുടെ ആ ഒരു ആയത്തിന്റെ വിശദീകരണത്തില് മഹാന്മാര് പഠിപ്പിച്ചു തന്നത് ശറഫാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസം എന്നല്ലേ. വൽ ഫജ്രി വലയാലിൻ അശ്റ എന്ന് അല്ലാഹു തആല സത്യം ചെയ്ത ആ ഒരു ദിവസം മിൻ അയ്യാമിൻ അൽഅമലു സ്വാലിഹ് മിൻഹാ അയ്യാം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരു ദിവസത്തിലെങ്കിലും ദിവസങ്ങൾ ചെയ്യുന്ന സ്വാലിഹായ അമലിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറെ ഒരു അമലില്ലത്രേ. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിന്റെ, അതല്ലെങ്കിൽ ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി എല്ലാറ്റിലും ഉപരി വിശ്വാസമാകുന്ന പരീക്ഷണമുറ്റത്ത് സൃഷ്ടാവിന്റെ സ്നേഹി സംഭവിക്കണമെങ്കിൽ ഏത് പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള മനസ്കത ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്ന സന്ദേശവുമായി നമ്മിലേക്ക് കടന്നു വരുന്ന ആ ഒരു ബലിപെരുന്നാൾ, അതായത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി പ്രായാധിക്യത്തിൽ ഒരു വാർദ്ധക്യദശയിലുണ്ടായ ഒരു കുഞ്ഞനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ പാടത്ത് നിന്ന് കൽപ്പന വന്നപ്പോ അത് സ്വപ്നമല്ലേ എന്ന് ചിന്തിച്ച് തള്ളിക്കളയരുത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്താ? അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹിയാണെന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് ആ ഒരു കൽപ്പനക്ക് ഭയപ്പെടുന്നില്ലേ? അതാ നമ്മൾ പറഞ്ഞത്, ഏത് പരീക്ഷണത്തിനെയും തരണം ചെയ്യാൻ സന്നദ്ധത കാണിച്ചാല് വിശ്വാസമാകുന്ന പരീക്ഷണമുറ്റത്തിൽ വിജയിച്ച്. കാരണം നമ്മളൊക്കെ പരീക്ഷണമുറ്റത്തല്ലേ. യബ്ലുവകുമു അയ്യുകുമു അഹ്സനു അമലാ, നമ്മിലാര് നന്മ ചെയ്യുമോ എന്ന് പരീക്ഷിക്കാനാ അല്ലാഹു തആല നമ്മളെ ഇവിടേക്ക് പറഞ്ഞയച്ചതെന്നല്ലേ. ഈ ഒരു പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ ഏത് കഠിന പരീക്ഷണത്തിനെയും തരണം ചെയ്തേ പറ്റൂ എന്ന സന്ദേശവുമായി, എന്ന വ്യക്തമായ ശക്തമായ ആശയവുമായി ശറഫാക്കപ്പെട്ട വലിയ പെരുന്നാൾ, അതല്ലെങ്കിൽ ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആലോചിക്കണം ഇബ്രാഹിമി സന്നദ്ധതയെ കുറിച്ച്, അതല്ലെങ്കിൽ ഇബ്രാഹിമി സമർപ്പണ ബോധത്തെ കുറിച്ച് ഗൗരവത്തോടെ നമ്മൾ ആലോചിച്ചോ. തന്റെ സൃഷ്ടാവിൽ നിന്നുള്ള കൽപ്പന വന്നപ്പോ അതെന്തായാലും ഏതായാലും ഏത് രൂപത്തിലായാലും അവസാനം ഏത് രൂപത്തിലായാലും വഴിപ്പെട്ടേ പറ്റൂ എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകനെ, അറ്റുനോറ്റുണ്ടായ മകനെ റബ്ബി ഹബിലി മിനസ്സാലിഹീൻ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. 11 മണി വരെ പറയണമെന്ന സംഘാടകര് പറഞ്ഞു. ഞാൻ 12 മണി വരെ പറയാൻ തയ്യാറാ. നിങ്ങൾ ഇരിക്കാൻ റെഡിയാണോ? എത്ര സമയം പറഞ്ഞുതരും, ഞാൻ അതിന് ഒരുങ്ങി വന്നതാ. പിന്നെന്താന്ന് വെച്ചാ നാളെ വെള്ളിയാഴ്ച അല്ലേ, മൂല്യന്മാര് മിമ്പർമ കയറുന്ന ദിവസാ. ഉറങ്ങിപ്പോയാൽ ഞങ്ങളെ കളിയും ചിരിയൊന്നും അന്നേരം ഉണ്ടാവില്ല. അയാൾക്ക് എന്തിനാ കുത്തുമ്പോ നേരം ഒന്ന് ശ്രദ്ധിച്ചൂടെ എന്ന് ചോദിച്ചു. നിങ്ങൾ നേരെ മേക്കിട്ടെടുക്കൂലേ? അപ്പൊ അതാ സ്വഭാവം ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു സമയത്തിന് അങ്ങനെ അങ്ങ് നിർത്തും. നല്ലൊരു സദസ്സല്ലേ, ഒന്ന് കൂടി ദുആ ചെയ്തിട്ട് പിരിയാ. ഏതായാലും റബ്ബി ഹബിലി മിനസ്സാലിഹീൻ, ഇബ്രാഹിമി സമർപ്പണ
പറയാ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, അല്ലാഹുവേ സൽപാണ്ഡാവിൽ സഞ്ചരിക്കുന്ന ഒരു പൊന്നോമനെ എനിക്ക് തരണമല്ല. അടിവരയിട്ടോ സഹോദര, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. പ്രിയപ്പെട്ട യുവ സഹോദരി, അതിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 നാൾ അതല്ലെങ്കിൽ വർഷങ്ങൾ, 1-2 വർഷങ്ങൾ പിന്തുമ്പോഴേക്ക് നീ മക്കളെ തേടാൻ അള്ളാഹിനോട് എണഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ വെറും കുട്ടിയെ തേടിയാൽ പോരാ. റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, സാലിഹായ സന്താനങ്ങളെ തേടിക്കോ. ഏതെങ്കിലും രൂപത്തിലുള്ള മക്കള് അവര് നമ്മൾക്ക് ഉപകാരപ്പെടില്ല. വലതും സ്വാലിഹുൻ യദ്ഉ ലഹു, നമ്മൾ മരിച്ച് മൺമറഞ്ഞ് ഖബറിനടുത്ത് ഖബറടയുമ്പോ നമ്മളുടെ വെള്ളിയാഴ്ച രാവിലും പകലും അർവാഹുകളെ മീസാനിൽ പ്രതീക്ഷയോടെ വന്ന് കാത്തിരിക്കുമ്പോ, പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ റൂഹും കാത്തിരിക്കുമ്പോ, അസ്സലാമു അലൈക യാ ഉമ്മീ എന്ന് വന്നൊന്ന് സലാം പറയാൻ ഭാഗത്തിൽ നിങ്ങളുടെ മക്കള് ഉണ്ടാവണമെങ്കിൽ റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, ഇബ്രാഹിമി ചര്യ അവിടെ നിന്ന് തുടങ്ങട്ടെ. റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ, സാലിഹായ സന്താനത്തിനെ തരണം റബ്ബേ. ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാഹിയത്തിന്റെ അഹിലകാരനായി, അതേപോലെ ബുദ്ധിയുള്ളവനായ ഒരു കുട്ടിയെ, ഹിക്മത്തുള്ള ഹിൽമുള്ള ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. സന്തോഷത്തിലാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ, പ്രിയപ്പെട്ട സഹോദര, നാദാദോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം നിന്റെ ജീവിതം മുഴുവനും ഗൾഫ് നാട്ടിലാ, നിന്റെ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്, പാച്ചിലിലാ. വിവാഹം കഴിഞ്ഞ് അല്പനാൾ നാട്ടിൽ നിന്ന് ഭാര്യ ഗർഭിണിയായി, അന്ന് പോയതാ നീ. പിന്നെ നിന്റെ മടക്കമെപ്പയാ? ആ ഒരു ഭാര്യയുടെ പ്രസവത്തിനോടടുത്ത സമയത്ത് നീ വന്നിട്ട് രണ്ടാമത് നീ മടങ്ങി വരുമ്പോഴേക്ക് ഫലമ്മാ ബലഗ മഅഹു സഅയ, ഒരുപാട് വല്ലാത്ത സംഭവങ്ങള്, സമയങ്ങള്. പ്രിയപ്പെട്ട ഉപ്പാന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന പൊന്നാരമോള്, ഉപ്പാന്റെ മാരത്ത് കയറി കമഴ്ന്ന് കിടന്നുറങ്ങുന്ന പൊന്നാരമോള്, അത് കണ്ടാസ്വദിക്കാനുള്ള സമയം ഗൾഫുകാരാ. നിർഭാഗ്യവശാൽ നിനക്ക് സംഭവിക്കാതെ പോയി. എന്നാലും കുടുംബം പോറ്റാനല്ലേ അല്ലാഹു അർഹമായ പ്രതിഫലം നിനക്ക് തരട്ടെ. ഏതോ ആവട്ടെ. ഫലമ്മാ ബലഗ മഅഹു സഅയ, അങ്ങനെ ഓടിച്ചാടി നടക്കുന്ന പ്രായമെത്തിയപ്പോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന ദർശനത്തിലൂടെ നമ്മൾ പറഞ്ഞതടി വരയിട്ട് അമ്പിയാക്കന്മാരുടെ സ്വപ്നം അത് വഹിയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. തന്റെ പ്രിയപ്പെട്ട മകനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ, വിഷയം സമയപരിധി കാരണം ചുരുക്കി പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് എന്റെ പ്രിയപ്പെട്ട മകനോട് ചോദിക്കുന്ന അർപ്പിക്കാൻ എനിക്ക് കൽപ്പന വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? മഹാതറ, എന്താണ് എന്റെ കുഞ്ഞിമോനെ നിന്റെ അഭിപ്രായം? പ്രിയപ്പെട്ട സഹോദര, ചിന്തിച്ചോ. രക്ഷിതാക്കളെ, മക്കളെ വളർത്തുന്നതിൽ പാകപ്പിഴവ് വരുന്ന രക്ഷിതാക്കളെ നമ്മൾ ആലോചിച്ചോ. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടാൻ എന്തിനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങള് അവരെന്തിനായി പിഞ്ചോമന മകനോട് അഭിപ്രായം തേടേണ്ട ആവശ്യം? അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ, വഴിപ്പെട്ടാൽ പോലെ. പ്രിയപ്പെട്ട സഹോദര, എന്തിനാ ഇബ്രാഹിം നബി ചെയ്തത്? ഇബ്രാഹിമി സമർപ്പണബോധം, അതല്ലെങ്കിൽ ഇബ്രാഹിമി മില്ലത്തിനെ തെറിച്ച് ജീവിക്കാൻ റസൂലുള്ളാഹി തങ്ങളോട് പോലും അല്ലാഹു കൽപ്പിച്ചത്. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദര എന്തിന് ചെയ്തു?
ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7 വയസ്സായ കുട്ടിയോട് എന്തിനാ അഭിപ്രായം തേടിയത്? ലിയഖ്തബിറ സബ്റഹു വഅസ്മഹു മിൻ സിഗയാണ്. ആ കുട്ടിയുടെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല മിൻ സിഗരിഹി അലാ ത്വാഅത്തില്ലാഹി വ ത്വാഅതി അബീ, സ്വന്തം ഉപ്പാക്ക് അതേപോലെ അല്ലാഹു തആലാക്കും വഴിപ്പെടുന്ന കാര്യത്തിൽ ഈ കുഞ്ഞുമോ എത്രത്തോളം ക്ഷമയുള്ളവനായിരിക്കും എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതല്ലാതെ മകന്റെ അഭിപ്രായം മറിച്ചായിരുന്നെങ്കിൽ ചെയ്യില്ലെന്നതിനർത്ഥമില്ല. ലിയഖ്തബിറ സബ്റഹു വഅസ്മഹു മിൻ സിഗരിഹി അലാ ത്വാഅത്തില്ലാഹി വത്വാഅതി അബീ. ആ ഒരു കുട്ടിക്ക് വഴിപ്പെടാൻ വേണ്ടിയ, ആ ഒരു ഉപ്പാക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ, അതല്ലെങ്കിൽ ഉപ്പാക്ക് അതേപോലെ തന്നെ അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ ഈ കുട്ടി എത്രത്തോളം ക്ഷമയുള്ളവനാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്നും പ്രിയപ്പെട്ട സഹോദര, സമർപ്പണ ബോധത്തിന്റെ ഇബ്രാഹിമി മാതൃക തേടുന്ന സഹോദര, ഗൗരവത്തോടെ അടിവരയിട്ട് ആലോചിച്ചോ. എന്റെ പ്രിയപ്പെട്ട മക്കളെ പരീക്ഷിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട മോനെ പരീക്ഷണത്തിലൂടെ വിജയത്തിന് തയ്യാറാക്കുകയാണ്. പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ ആരാ നിങ്ങളുടെ മക്കൾക്ക് മര്യാദ പഠിപ്പിച്ചത്? നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ലിമോ ഔലാദക്കും മഹബ്ബത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് പഠിപ്പിക്കണം കേട്ടോ. അല്ലിമോ ഔലാദക്കും മഹബ്ബത റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത. 5 വക്ത് നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് നിന്റെ മക്കൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് മഹബ്ബത്ത്, റസൂലുള്ളാഹിന്റെ പേരാ പഠിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് നിങ്ങളെ മക്കളിൽ ആർക്കാ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? അതേ സമയത്ത് ഐഡിയയിലെ സ്റ്റാർ സിംഗർ അക്ഷരം തെറ്റാതെ നിന്റെ മക്കളെ വിളിച്ചു പറയുമ്പോ ലജ്ജയില്ലേ സഹോദര? എന്റെയും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂലിന്റെ പേര് ചോദിച്ചാൽ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അത് പറയാൻ സാധിക്കുന്നില്ല. അവരല്ല അള്ളാഹുവിന്റെ റസൂല് പിൻപറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞ അതേപോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെയ്യേണ്ടത്, നമ്മൾ നമ്മളുടെ മക്കൾക്ക് റസൂലുള്ളാഹിന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ അതിനുശേഷം അവർ 7 വയസ്സാകുമ്പോ നിസ്കരിക്കാൻ 10 വയസ്സാകുമ്പോ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണോ? പ്രിയപ്പെട്ട സഹോദര, ചിന്തിച്ചോ. നിന്റെ പ്രിയപ്പെട്ട മക്കള് സുബ്ഹി നിസ്കരിക്കാതെ വീടിന്റെ ഒരു ഭാഗത്ത് കിടന്നിറങ്ങുമ്പോ അവരെ നീ ശാസിക്കാറില്ല. 9 മണിയായിട്ടും എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിച്ച് 9 മണിക്കും എഴുന്നേൽക്കാതെ സ്കൂളിൽ പോവണ്ടേ എന്ന നിരാശയല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു 2 റക്അത്ത് സുബ്ഹി നിസ്കരിച്ച് പ്രഭാതം പ്രകാശഭൂരിതമാക്കി തുടങ്ങിയോ എന്റെ മകള് എന്ന് ചിന്തിക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല. അതേക്കുറിച്ച് നീ ആലോചിച്ചിട്ടില്ല. ഷറഫാക്കപ്പെട്ട മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയത്ത് ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന സീരിയലുകളുടെ എപ്പിസോഡുകൾക്ക് മുമ്പിൽ സമയം ചെലവഴിക്കുമ്പോ നിന്റെ മക്കളെ നീ ശാസിച്ചിട്ടില്ല. അതേ സമയത്ത് സീരിയലിന്റെ സമയം കഴിയുമ്പോഴേക്ക് സ്കൂളിലേത് പഠിക്കാനില്ലേ എന്ന് ചോദിച്ചു എന്നല്ലാതെ മദ്രസയിലേത് പഠിച്ചോ, ഒരു യാസീനെങ്കിലും നീ ഓതിയിരുന്നോ എന്ന് നിങ്ങളാരും ചോദിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട ഉപ്പ, ഇങ്ങനെയാ അധാർമികതയുടെ ധാർമ്മിക മൂല്യച്യുതിയിൽ നിന്ന് ഇങ്ങനെയാ ധർമ്മബോധത്തിലേക്ക് നമ്മളെ മക്കൾ ഉയർന്നു വരുന്നത്. നമ്മൾക്കത് ശാസിക്കാനോ അവരെ ശാസിച്ച് നേരെയാക്കാനോ സമയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അനിത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ ആ ഒരു ഇബ്രാഹിമി മില്ലത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് എന്ത് പറയുന്ന മോനെ എന്ന്
ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അഭിപ്രായം ചോദിച്ചതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ലിയഖ്തബിറ സബ്റഹു വഅസ്മഹു മിൻ സിഗരിഹി ഫീ തആഅത്തില്ലാഹ് വതആഅത്തി അബീ. പാപ്പാക്കും അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ, അള്ളാഹുവിനും ഭയപ്പെടുന്ന വിഷയത്തിൽ മോൻ എത്രത്തോളം ഉഷാറ എന്നുള്ളതൊന്ന് പരീക്ഷിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. പക്ഷേ നമുക്കൊന്നും അതിന് സമയം കിട്ടാറില്ല. നമ്മൾ മക്കളെ വേറെ ഒരു രൂപത്തിലാണ് നമ്മൾ മക്കളെ വളർത്തിയെടുക്കുന്നത്. അതിനാ നമ്മൾ സമയം കണ്ടെത്തുന്നത്, അതിനുവേണ്ടിയാ നമ്മൾ സമയം ഉപയോഗപ്പെടുത്തുന്നത്. സഹോദര, ഇബ്രാഹിമി മില്ലത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയെടുത്ത് അടിവരയിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം, ബഹുമാനപ്പെട്ടവർ തന്റെ മകനോട് ഉപദേശിച്ചു കൊടുത്തു. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ സൂചിപ്പെടുത്തു പറഞ്ഞതാ. ലുഖ്മാൻ എന്നവര് തന്റെ പ്രിയപ്പെട്ട മകനോട് ഉപദേശിക്കുന്ന, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ചുരുക്കി പറയുകയാ, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും പ്രയാസത്തിനു മേലെ പ്രയാസം ചുമന്നുകൊണ്ടാ നിന്റെ ഉമ്മച്ചി നിന്നെ പോറ്റി വളർത്തിയത്, അവരെ നിന്നെ ചുമന്നത്. അനിഷ്കുർലി വലിവാലിദൈക് വഇലയ്യൽ മസീർ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിൽ ശിർക്ക് വെക്കരുത്, കാര്യത്തിനെ നിലനിർത്തണം മോനെ. ഇബ്രാഹിമി മില്ലത്ത് തേടുന്ന അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ തങ്ങളോട് കൽപ്പിച്ച ആ ഒരു മില്ലത്തിന്റെ അനുയായികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു തന്നതാ ഇത്. നിന്റെ മക്കളോട് 5 വക്ത് നിസ്കാരത്തിനെ കൊണ്ടൊന്ന് കൽപ്പിക്ക്, അവർക്ക് നിസ്കാരത്തിനെ കുറിച്ചൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അതേപോലെ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുകയും ചെയ്യാനോ നിന്റെ മക്കളോട് കൽപ്പിച്ചോ. മാസബക്കും അബൂബക്കർ ബിക്കസറത്തി സ്വലാത്തി ബിക്കസറത്തി സൗമിൻ വസലാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുത്തു, സഹാബത്തെ, അബൂബക്കർ സിദ്ദീഖ് നിങ്ങളിൽ ഉന്നതനായത്, നിങ്ങളിൽ ഉത്തുംഗ സ്ഥാനത്തിലെത്തിയത് ഒരുപാട് നിസ്കരിച്ചത് കൊണ്ടോ ഒരുപാട് നോമ്പെടുത്തത് കൊണ്ടോ അല്ല, മറിച്ച് വലാകിൻ ഉഖിറ ഫീ ഖൽബിഹി ബിശൈഇൻ ഉഖിറ ഫീ ഖൽബിഹി, മറിച്ച് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ കൊടുത്ത ഒരു വസ്തുവാണ് അതിന് നിദാനം. എന്താണത്? മുഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തും വന്നുസുഹു ലിഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളോടുള്ള നസീഹത്തുമാണ്. അത് തന്നെയാ ബഹുമാനപ്പെട്ട ലുഖ്മാൻ എന്നവര് തന്റെ പ്രിയപ്പെട്ട മകനോട് ഉപദേശിക്കുന്നത്. വഅ്മുറു ബിൽ മഅറൂഫി നീ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യണം മോനെ. അത് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങള് അതുകൊണ്ട് ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചോ. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരാ, നീ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ക്ഷമിക്കാൻ തയ്യാറാവണം. ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കോ. പ്രിയപ്പെട്ട ഉപ്പ, നമ്മളൊക്കെ നാദാപുരത്തുകാര് പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലാ. ഗൾഫ് നാടുകളിൽ എവിടെ കഫ്തീരിയ ഉണ്ടോ? നാദാപുരത്തുകാരനില്ലാതെ കഫ്തീരിയ കാണില്ലല്ലോ. ആ ഒരവസ്ഥയിൽ അല്ലാഹു തആല സാമ്പത്തികമായി നമ്മളെ ഉയർത്തിയപ്പോ ആ ഒരു സമ്പത്തിന്റെ ഫലപളപ്പ് നാട്ടിൽ
പ്രതിഫലിക്കണ്ടേ? എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിന് ടച്ച് സ്ക്രീൻ ഫോൺ അങ്ങ് കൊടുത്തപ്പോ അദാപുരത്തിന്റെ മണ്ണിൽ അവൾ ടച്ച് സ്ക്രീനുമായി ഇറങ്ങിയപ്പോ ടൗണിൽ ആളുകളെ കാണുന്നിടത്ത് സൂക്ഷിക്കണമെന്നോ, ഷോപ്പിൽ യുവ സഹോദരന്റെ മുമ്പിൽ ശ്രദ്ധിക്കണമെന്നോ യാതൊരു ബോധവുമില്ലാതെ അവൾ വിലസി നടക്കുന്ന ഒരു ഭാഗത്ത്, അതേപോലെ പ്രായപൂർത്തിയാവാത്ത ആയിരിക്കാം, അതല്ലെങ്കിൽ 220 പൾസറായിരിക്കാം ആവട്ടെ, അതിനനുസരിച്ച് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിനനുസരിച്ച് ഒരു ടച്ച് സ്ക്രീൻ ഫോൺ വാങ്ങിക്കൊടുത്തു. അവന്റെ കാലിനടിയിൽ മടമ്പിന്റെ താഴേക്ക് തുണിയിറക്കരുതെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോ മടമ്പിനടിയിലേക്ക് ധിക്കാരപരമായിട്ട് പാന്റ് തിരികെ കയറ്റിയിട്ട് നാടിയിലൂടെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാതെ, പള്ളിയിൽ ഉസ്താദിനെ കാണുമ്പോ വില വയ്ക്കാതെ, മഹല്ല് ഭരിക്കുന്ന നടന്നു പോകുമ്പോ തങ്ങൾ പഠിപ്പിച്ചത്, ഇബ്രാഹിമി മില്ലത്തിൽ നമ്മളെ പഠിപ്പിച്ചത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹാ. അഹങ്കാരത്തോടെ നിന്റെ മുഖത്തിനെ ജനങ്ങളിൽ നിന്ന് തിരിച്ചു കളയരുത്, അതല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അഹങ്കാരത്തോടെ തിരിക്കരുത്. ധിക്കാരപരമായി കിബിർ നടിച്ചുകൊണ്ട് ഭൂമിയിൽ നടക്കരുത് സഹോദരാ. പ്രിയപ്പെട്ട യുവ സുഹൃത്തെ, നമ്മളുടെ സ്ഥിതിയല്ലേ? മുതിർന്നവരെ മാനിക്കാതെ ഉപ്പാന്റെ പണത്തിന്റെ പളപളപ്പ് കാണിക്കാൻ എന്തിന് പറയണം? പെണ്ണിന്റെ മനസ്സ് പോലും, പെൺകുട്ടികളെ പോലും ആ രൂപത്തിൽ പാകപ്പെടുത്തിയെടുത്തില്ലേ പ്രിയപ്പെട്ട ഉപ്പാ നിങ്ങള്? അതായിരുന്നില്ല ചെയ്യേണ്ടത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനക്കാരന്, പൊങ്ങച്ചക്കാരന് അല്ലാഹ് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിന്റെ മക്കളോട് അതില്ലാത്ത അവസ്ഥയിൽ അവരെ നീ വളർത്തിയെടുത്തിട്ട് വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക, നിന്റെ ശബ്ദത്തിന് താഴ്ത്തേണ്ടിടത്ത് താഴ്ത്തിയിട്ട് സംസാരിക്കുക എന്ന് നിന്റെ മക്കളോട് ഉപദേശിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അല്ലാഹനെ പേടിച്ച് ജീവിക്കാനും നിന്റെ പ്രിയപ്പെട്ട മക്കളോട് ഉപദേശിക്കണം. ലുക്മാനുൽ ഹക്കീം തങ്ങൾ ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ ഇതാണോ ചെയ്യുന്നത്? ആധുനിക കാലഘട്ടത്തിൽ സാമ്പത്തിക പളപ്പളപ്പിൽ നമ്മളങ്ങ് ഉയർന്നു പോയപ്പോ പൂളയുടെ തൊലിയുടെ ഉപ്പേരി വെച്ച് ജീവിച്ചിരുന്ന ഇല്ലായ്മയെ കുറിച്ച് നമ്മൾ മറന്നുപോയപ്പോ പ്രിയപ്പെട്ട മഹദാപുരത്തിന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ ആലോചിക്കേണ്ടത്, അല്ലാഹു തആല നമുക്ക് സാമ്പത്തിക ഉയർച്ച തന്നത്, അതല്ലെങ്കിൽ ലക്ഷറി സൗകര്യത്തിലുള്ള വീടുകളും അതിനകത്ത് ലക്ഷറി സൗകര്യങ്ങളും ഒരുക്കി ജീവിക്കാനുണ്ടാക്കിയ സാഹചര്യം ഇന്നലകളിൽ ജീവിച്ച് മൺമറഞ്ഞുപോയ നമ്മളുടെ ഉമ്മയും വല്യുമ്മയും അവര് ശറഫാക്കപ്പെട്ട മഗ്രിബ് ഇശാഇന്റെ ഇടയിലുള്ള സമയത്ത് വാഖിയ സൂറത്തോതി ദാരിദ്ര്യമകറ്റാൻ ദുആ ചെയ്തതുകൊണ്ടല്ലേ ആ ഒരു ശറഫാക്കപ്പെട്ട സമയത്ത് സീരിയലുകളുടെ എപ്പിസോഡുകൾക്ക് മുമ്പിൽ സമയം ചെലവഴിക്കുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളോ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവരും നിങ്ങളല്ലേ? ഗൗരവത്തോടെ ആലോചിച്ചോ. ഇന്നലകളിലേക്ക് എന്നെയും നിന്നെയും മടക്കാൻ ഈ സർവ്വനിലകണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഇൻ ശകറതും ലഅസീദനകും വലഇൻ കഫറതും ഇന്ന അസാബി ലശദീദ്. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന് നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ അസീദനകും ഏറ്റി തരും കേട്ടോ. അതല്ല വലഇൻ കഫറതും നന്ദി കേടാ കാണിക്കുന്നതെങ്കിൽ മക്കളിലൂടെ പടത്തിന്റെ പളപളപ്പ് കാണിച്ച് അതബില്ലാതെ മര്യാദയില്ലാതെ മുതിർന്നവരെ മാനിക്കാതെ ആലിമീങ്ങളെ പരിഗണിക്കാതെ നാട്ടുകാരണവന്മാരുടെ മുമ്പിലോ ശബ്ദമുയർത്തി സംസാരിക്കുന്ന ധിക്കാരികളായിട്ട് വളരാനുള്ള സാഹചര്യങ്ങളാ നിന്റെ മക്കൾക്ക് നീ ചെയ്തു കൊടുത്തതെങ്കിൽ അല്ലാഹ് പറയുന്നത് കേട്ടോ, വല ഇൻ കഫറുതു ഇന്ന അസാബി ലശദീദ്. എന്റെ അദാബ് താങ്ങാൻ സാധിക്കുന്നതിലപ്പുറമായിരിക്കുമെന്ന. അതുകൊണ്ട് ഇബ്രാഹിമി പാരമ്പര്യം, അതല്ലെങ്കിൽ ഇബ്രാഹിമി മില്ലത്ത്, അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ എന്ന് പറഞ്ഞ ആ ഒരു പിന്തുടരാൻ റസൂലുള്ളാഹി തങ്ങളോട് കൽപ്പിക്കപ്പെട്ട ഇബ്രാഹിമി മില്ലത്ത, ഇത് ലുക്മാൻ എന്നവർ തന്റെ മകന് ഉപദേശിച്ചു കൊടുത്ത ആ ഒരു ഉപദേശവും ഈ ഒരു ഇബ്രാഹിമി മില്ലത്ത ആ ഒരു രൂപത്തിൽ മക്കളെ വളർത്തിയെടുത്തോ.
അതിലേക്കുള്ള സൂചനയാ. ഫൻദുർ മാദാ തറാ. ഇത് പറഞ്ഞപ്പോഴാ നമ്മൾ ഈ വഴിക്ക് പോയത്. ഇങ്ങനെ നമ്മളെ മക്കളെ വളർത്തിയെടുത്തിട്ട് അല്ലാഹുവിനെ പേടിക്കാൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. അതോടുകൂടെ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചോട്, അള്ളാഹുവിന്റെ കൃപയിൽ പ്രതിഫല ദിവസത്തിൽ ഒരു ഉപ്പാക്ക് മകനെ കുറിച്ചോ അതല്ലെങ്കിൽ മകന് ഉപ്പാന്റെ കാര്യത്തിലോ ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് നിന്റെ മക്കളെ ഉപദേശിച്ചു കൊടുക്കണം സഹോദര. അതാ നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു രൂപത്തിൽ നമ്മൾ മക്കളെ വളർത്തിയെടുക്കേണ്ടത്. അതിലേക്കുള്ള സൂചനയാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകനോട് ചോദിക്കുന്നത് ഫൻദുർ മാദാ തറാ. എന്താ മോനെ അഭിപ്രായം? അല്ലാതെ അള്ളാഹ്ക്ക് ഭയപ്പെടാൻ മോനോട് അഭിപ്രായം ചോദിക്കേണ്ട. അപ്പളത്തിൽ അള്ളാനെ മറന്നുപോയ എന്നെയും നിങ്ങളെയും ഒന്ന് പഠിപ്പിക്കാനാ. അതേപോലെ ആ കുട്ടിയുടെ ക്ഷമ അലാ ത്വാഅത്തില്ലാഹി വ ത്വാഅത്തി അബീ. വാപ്പാക്കും അതേപോലെ തന്നെ ഈ അള്ളാഹുവിനും ഭയപ്പെടുന്നതിൽ ആ കുട്ടിയുടെ ക്ഷമ പരീക്ഷിക്കാനും കൂടിയാ. ഓരോ വാപ്പാരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെ മക്കളൊക്കെ നിങ്ങളെ എത്രത്തോളം ഭയപ്പെടാറുണ്ട്. വഴിപ്പെടുത്തി കൊണ്ടുവരണം. അള്ളാഹുവിന്റെ വഴിപ്പാട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. റസൂലുള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് നേരം കിട്ടിയില്ല. എന്നിട്ട് 10-20 വയസ്സായി മക്കൾ തോന്നിയതുപോലെ എവിടെന്നെങ്കിലും കിട്ടിയ ഒരു പെണ്ണിനെ കൊണ്ട് പോകുമ്പോ എന്റെ മോൻ അത്രയും കാലം പോറ്റിട്ട് ഉസ്താദയ്ക്ക് കിട്ടിയത് ഇതാ എന്ന് കണ്ണീരൊലിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് ചെയ്യേണ്ടത് ചെയ്തില്ല. നീ അത് ചെയ്യേണ്ടിയിരുന്നോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിൽ നിന്റെ മക്കളെ വളർത്തേണ്ടിയിരുന്നു. അതേക്കുള്ള സൂചനയാ ഇബ്രാഹിം നബി തരുന്നത്. എന്താ കുട്ടി എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ പിന്നെ അപ്പൊ പറഞ്ഞു സമയം കഴിഞ്ഞുപോയി. സംഗതി നിങ്ങൾ 11 പറഞ്ഞു. ഞാൻ കുറെ ഉണ്ടെന്ന് വിചാരിച്ചു. സമയമില്ല അല്ലേ? അപ്പൊ അതിന്റെ അപ്പുറം നീണ്ടു വരത് എന്ന് വിചാരിച്ചിട്ട് തന്നതായി നമ്മള്. ഫൻദുർ മാദാ തറാ. എന്താ എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ എന്താ ചെയ്തോ? വാപ്പാ എന്താ നിങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചത്? എന്താ നിങ്ങൾ അങ്ങനെ അവര് രണ്ടാളും അല്ലാഹു തആലക്ക് വഴിപ്പെട്ടു. ചെന്നിയുടെ അതല്ലെങ്കിൽ കമയത്തി കിടത്തിയിട്ട് നെറ്റിത്തെ കമയത്തി കിടത്തി. പ്രിയപ്പെട്ട മോനെ, അത് മോന്റെ ഒരു നിർദ്ദേശ. വാപ്പാ എന്നെ കമയത്തി കിടത്തണം. നിങ്ങൾ എന്തിനാ? നേർക്ക് നേരെ മൂത്തക്ക് നോക്കിയിട്ട് ചിലപ്പോ വാപ്പ കറക്കാൻ തോന്നാതെ വന്നാലോ? എന്റെ മുഖം കാണണ്ട. മുഖം കണ്ടിട്ട് അങ്ങനെ ഒരു വിഷമം തോന്നണ്ട എന്ന് വിചാരിച്ച അത്രയും അല്ലാഹു തആലക്ക് വഴിപ്പെട്ടു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങള് തന്റെ പ്രിയപ്പെട്ട മകനെ അറിവ് നടത്താൻ അങ്ങ് തയ്യാറായപ്പോ അപ്പൊ അല്ലാഹു തആല വിളിച്ചു, ഓ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഹിയ, മതി, സന്തോഷായി. നിങ്ങള് ആ ഒരു കൽപ്പനയനുസരിച്ച് ആ ഒരു സ്വപ്നം അനുസരിച്ച് നിങ്ങൾ ചെയ്തു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇപ്രകാരമാണ് മുഹ്സിനീങ്ങൾക്ക് നമ്മൾ പ്രതിഫലം നൽകുക. എന്താ ഇവിടെ പ്രതിഫലം നൽകിയെന്നാ? തഅലീലുൽ ലിഇഫ്റാജി തിൽക ശിദ്ദത്തി മിൻഹാ ബിഇഹ്സാനിഹാ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് മകനെ അറക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടായ ആ ഒരു മശക്കത്തിൽ നിന്ന് അല്ലാഹു തആല തുറവടിപ്പാട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ കാരണം ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു പറയാ, ഇങ്ങനെയാ നമ്മൾ മുഹ്സിനീങ്ങൾക്ക്
അതായത് ഹക്കദാ നസ്രിഫു അമ്മൻ അതാഅനാ അൽ മകാരിഹ വശദാഇദ വനജഅലു ലഹും മിൻഹു ഫറജൻ വമഖറജാ. ഇപ്രകാരമാണ് ഇബ്രാഹിമെ നമ്മൾക്ക് വഴിപ്പെട്ട ആളുകള്, നമ്മളുടെ ത്വാഅത്തിൽ ജീവിച്ച ആളുകൾക്ക് നമ്മൾ ഇപ്രകാരമാണ് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും നമ്മൾ നീക്കിക്കൊടുക്കും. അതല്ലേ അല്ലാഹ് പറഞ്ഞത്, യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കല അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. അതാ അല്ലാഹു തആല പറഞ്ഞത്, ആരെങ്കിലും അല്ലാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹു മതി അവനിക്ക്. അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. അതോടൊപ്പം യജ്അൽ ലഹു മഖറജ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാക്കിയെടുത്താൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു ഒരു തുറവടിപ്പാട് കൊടുക്കും, ഒരു എളുപ്പം അള്ളാഹു തആല കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത്, കമാ യർസുഖു തൈർ, പക്ഷികൾക്ക് അള്ളാഹു തആല ഭക്ഷണം കൊടുക്കുന്നത് പോലെ യറൂഹു, രാവിലെ സമയത്ത് ഒട്ടിയ വയറുമായി അറന്ന വൈകുന്നേര സമയത്ത് തിരിച്ചു വരുന്നത് നിറഞ്ഞ വയറുമായിട്ടല്ലേ. അതേ അവസ്ഥയിൽ തഖ്വയിൽ ജീവിച്ച മനുഷ്യന്മാർ അവർക്ക് അല്ലാഹു റിസ്ക് നൽകുമെന്നാ. പ്രിയപ്പെട്ട സഹോദര, ഗൗരവത്തോടെ ആലോചിച്ചോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇപ്രകാരം എല്ലാ കാര്യങ്ങളും റബ്ബിൽ അർപ്പിച്ച് അല്ലാഹു തആലക്ക് വഴിപ്പെട്ട ആളുകൾക്ക് നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും തുറവടി കൊടുക്കും. ഏതുപോലെ ഇബ്രാഹിം നബിക്ക് തന്നെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോ അല്ലാഹ് പറഞ്ഞു, എന്താ പറഞ്ഞത്? യാ നാറു കുനി ബർദൻ, നീ തണുപ്പാവണം. തണുപ്പും ഓവറായി പോയ ഇബ്രാഹിം അപ്പ് കിട്ടി ജീവൻ എന്താ പറയാ, മരിച്ചു എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് തണുപ്പും കൊണ്ട് കൂടാനുള്ള ആ ഒരു അവസ്ഥ വന്നു. അതിനാ പറഞ്ഞത് വസലാമൻ, വസലാമൻ, രക്ഷയുമാവണം, ബുദ്ധിമുട്ടാവരുത്. അന്നത്തെ ദിവസം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഭൂമിയിൽ തന്നെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടിരുന്ന സമയത്ത് ഒരു തീയും ഒരു തീ കൊണ്ടും അന്ന് ഉപകാരം ലഭിച്ചിരുന്നില്ല എന്ന അത്രയും ഐക്യദാർഢ്യം എന്ന രൂപത്തിൽ ഏതോ ആവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ പ്രയാസങ്ങളിൽ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അതുകൊണ്ട് അല്ലാഹു തആല മുഹ്സിനീങ്ങൾക്ക് നൽകുന്ന പ്രതിഫലമാണിത് എന്ന. അപ്പോ ഇബ്രാഹിമി മില്ലത്ത് തേടുന്ന ഞാൻ നിങ്ങളും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇബ്രാഹിമി മില്ലത്തിൽ നമ്മൾ ജീവിച്ചാൽ ഷാക്കിറല്ലി അല്ലാഹു തആല ചെയ്യുന്ന നിഅമത്തിനെ നന്ദി ചെയ്യുക എന്നുള്ളത് കൂടിയ. പറഞ്ഞതുപോലെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തിയെടുത്ത് അള്ളാഹുവിന്റെ ത്വാഅത്തിൽ മാതാപിതാക്കൾക്ക് വഴിപ്പെട്ടുകൊണ്ട് മക്കളെ വളർത്തിയെടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഷാക്കിറല്ലേ അൻഉമിഹി ജിത്തബാഹ് വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം വആതൈനാഹു ഫിദ്ദുനിയാ ഹസന വഅന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ.
നമുക്കറിയാലോ കസീറും മിനന്നാസ് അസ്ഹത്തു വൽ ഫറാ എന്നല്ല മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തിന് നന്ദി ചെയ്യേണ്ടതിനെ കുറിച്ചും ചെയ്യാതിരുന്നാൽ ഉള്ള അവസ്ഥയെക്കുറിച്ചും ഒക്കെ നന്ദി ചെയ്തുകൊണ്ടും ജീവിക്കുക. അങ്ങനെ നീ ജീവിക്കുമ്പോ ദുനിയാവിൽ അല്ലാഹു തആല നിനക്ക് അതിനനുസരിച്ച് പ്രതിഫലം നൽകുകയും ഉഖ്റവിയായ ജീവിതത്തിൽ സാലിഹീങ്ങളിൽപ്പെടും. ഉഖ്റവിയായ ലോകത്ത് സാലിഹീങ്ങളിൽപ്പെട്ടാൽ എന്താ? സ്വർഗത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചത് ആർക്കാ? അത് സ്വാലിഹീങ്ങൾക്കാൻ പറയുന്നോ? ഒന്നും നമുക്ക് സമയമില്ല. സുമ ഔഹൈനാ ഇലൈക അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അനിത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. ഈ ഒരു ഇബ്രാഹിമി മില്ലത്ത്, ഈ ഒരു ഇബ്രാഹിമി ചര്യ, ഈ ഒരു ഇബ്രാഹിമി സമർപ്പണ ബോധം പരീക്ഷണത്തിന് അതിജന് സകലതും സമർപ്പിക്കാനുള്ള ഈ ഒരു സമർപ്പണ ബോധം ഇതാ നമ്മളിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ ഇഷ്ടാവിന്റെ ഇലാഹിയായ സാമീപ്യവും സംപ്രീതിയും നമുക്ക് ലഭിക്കും. ഈ ഒരു സന്ദേശവുമായിട്ടാ ശറഫാക്കപ്പെട്ട ബലിപെരുന്നാൾ നമ്മളിലേക്ക് വരുന്നത്. ഈ ഒരു സന്ദേശം നേരത്തെ മനസ്സിലാക്കി നേരിടാൻ തയ്യാറായി അല്ലാഹുവിൽ സകലതും സമർപ്പിച്ച് എല്ലാം അല്ലാഹുവിൽ വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.